ശബരിമല ദ്വാരപാലക ശില്പപാളിലെ സ്വർണം കവർന്ന കേസിൽ സസ്പെൻഷനിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെതിരായ പുതിയ അഴിമതി ആരോപണങ്ങൾ NSSനെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ മുരാരി ബാബു ജോലി ചെയ്ത പല സ്ഥലങ്ങളിലും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് തന്ത്രപരമായ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാനുള്ള നീക്കങ്ങൾക്കിടയിലാണ് സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതും ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഴൽ വ്യാപിപ്പിക്കുന്നതും. മുരാരി ബാബുവിനെതിരായ ഏറ്റവും പുതിയതും തന്ത്രപരവുമായ ആരോപണം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടാണ്. ഉത്സവ എഴുന്നള്ളിപ്പിനായി ആനകളെ വിട്ടുകൊടുക്കുന്ന ഉടമകളെയും ക്ഷേത്രങ്ങളിലെ സ്പോൺസർമാരെയും ഒരുപോലെ വഞ്ചിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം. ആന എഴുന്നള്ളിപ്പിനായി സ്പോൺസർമാരിൽ നിന്ന് വൻ തുകയാണ് മുരാരി ബാബു കൈപ്പറ്റിയിരിക്കുന്നത്. എന്നാൽ ആന ഉടമകൾക്ക് നാമമാത്രമായ തുക മാത്രമേ നൽകിയിരുന്നുള്ളൂ. ബാക്കി തുകയിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരേ ആനയെ തന്നെ പല ചടങ്ങുകൾക്ക് ഉപയോഗിക്കുകയും ഓരോ ചടങ്ങിനും പല സ്പോൺസർമാരെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഈ തട്ടിപ്പിലെ പ്രധാന രീതി. ഉത്സവത്തിന് വൈക്കത്ത് 83 ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും 58-60 ആനകളെയും ആവശ്യമുണ്ട്. ഒരേ ആന തന്നെ ക്ഷേത്രത്തിൽ തുടരുമെങ്കിലും ഓരോ ചടങ്ങിനും സ്പോൺസർമാർ മാറി വരും. 10 ചടങ്ങുണ്ടെങ്കിൽ 10 സ്പോൺസർമാരിൽ നിന്ന് തുക സ്വീകരിക്കും. എന്നാൽ ആന ഉടമയ്ക്ക് ഒരു തുക മാത്രമേ നൽകൂ. അതായത് ബാക്കി തുക ഇടനിലക്കാരനായി നിന്ന ഉദ്യോഗസ്ഥർ കൈക്കലാക്കും. ഉത്സവ പണശേഖരണം ബോർഡ് അക്കൗണ്ട് വഴിയാകണമെന്ന ചട്ടം നിലനിൽക്കെ മിക്ക ക്ഷേത്രങ്ങളിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം പറ്റുകയായിരുന്നു. കൂടുതൽ തുക സ്വീകരിക്കണമെങ്കിൽ ബോർഡിന്റെ അനുമതി വാങ്ങണമെന്ന ചട്ടവും ഇവിടെ ലംഘിക്കപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ ആനകൾ ഇല്ലാത്തപ്പോഴാണ് പുറത്തുനിന്നുള്ള ആനകളെ വാടകയ്ക്ക് കൊണ്ടുവരുന്നത്. ഒരു ആനയ്ക്ക് ബോർഡ് നൽകുന്ന തുക 15,000 രൂപയാണ്. മുരാരി ബാബു ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഓഫീസറായി വരാറുണ്ടായിരുന്നു. ഈ സമയത്ത് ആന ഉടമകളുമായുള്ള തന്റെ പരിചയം അദ്ദേഹം ദുരുപയോഗം ചെയ്തു. ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ, തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എന്നീ തസ്തികകളിൽ മുരാരി ബാബു ജോലി ചെയ്തിരുന്നു. ഈ തസ്തികകളിൽ ഇരുന്നാണ് അദ്ദേഹം ഈ തട്ടിപ്പുകളും നടത്തിയതെന്നാണ് ആരോപണം. മുരാരി ബാബു NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സ്വർണ്ണക്കൊള്ള വിവാദങ്ങളെ തുടർന്നാണ് അടുത്ത സമയത്ത് അദ്ദേഹം ഈ പദവി രാജിവെച്ചത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അടുത്ത അനുനായി എന്നാണ് അടുത്ത കാലം വരെ മുരാരി ബാബു അറിയപ്പെട്ടിരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു പ്രതിയായത് ആസ്ഥാനത്തെ ഞെട്ടിച്ചു. ആരോപണ വിധേയനായ ആൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് ചൂണ്ടിക്കാട്ടി കരയോഗം ഭാരവാഹികളും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം രാജി നൽകിയത്. സുകുമാരൻ നായരുടെ ആവശ്യപ്രകാരമാണ് രാജി എഴുതി വാങ്ങിയത്. മുരാരി ബാബുവിന്റെ മനസ്സിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമോഹമുണ്ടായിരുന്നു. NSS പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി മാറിയതും ഈ ലക്ഷ്യത്തോടെയായിരുന്നു. NSS ജനറൽ സെക്രട്ടറിക്ക് UDFൽ നല്ല സ്വാധീനം ഉള്ളതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്തതോടെ ദേവസ്വത്തിൽ നിന്നും വിരമിച്ചാൽ അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാകാമെന്നും അദ്ദേഹം കണക്ക് കൂട്ടി. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ കുടുങ്ങിയതോടെ അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. ആഗോള അയ്യപ്പ സംഗമവേദിയിൽ സർക്കാരിനൊപ്പം NSSനെ എത്തിച്ചതിന് പിന്നിലും മുരാരി ബാബുവിന് പങ്കുണ്ടായിരുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും കോട്ടയത്തെ മന്ത്രി VN വാസവനും ഇക്കാര്യത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിന് പിന്നിലെ രഹസ്യ ചാലശക്തി മുരാരി ബാബു ആയിരുന്നു. സർക്കാരുമായി NSS അടുത്തതോടെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിൽ വർദ്ധിച്ചത്. ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം കവർന്ന കേസിലെ 2ാം പ്രതിയാണ് സസ്പെൻഷനിലുള്ള മുരാരി ബാബു. സ്വർണം പൊതിഞ്ഞ ശില്പപാളികൾ വെറും ചെമ്പ് തകിടുകൾ എന്ന മഹസറിൽ എഴുതി ശുപാർശ നൽകിയത് ഇദ്ദേഹമാണ്. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് സൂചന. മോഷ്ടിച്ച സ്വർണം കൈമാറിയെന്ന് കരുതുന്ന ബംഗളൂരു സ്വദേശി കൽപേഷ്, ഹൈദരാബാദിൽ സ്വർണ്ണപ്പണികൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷ് എന്നിവരെയും ഉടൻ കസ്റ്റഡിയിൽ എടുക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വേർതിരിച്ചു നൽകിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്. ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കെയാണ് സസ്പെൻഷൻ നടപടി. 2019 സ്വർണം പൂശാനായി പാളികൾ പോറ്റിയെ ഏൽപ്പിക്കുന്ന സമയത്ത് ചെമ്പ് പാളി എന്ന് എഴുതാൻ നിർദ്ദേശം നൽകിയത് മുരാരി ബാബു ആണെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മുരാരി ബാബു വിഷയത്തിൽ NSS ആസ്ഥാനം നെട്ടിലായതോടെ തൽക്കാലം ശബരിമല വിഷയങ്ങളിലൊന്നും NSS ഇടപെടില്ല. മൗനത്തിൽ തുടരാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് പെരുന്നയിൽ പ്രതിഷേധ പ്രകടനമടക്കം നടന്നു. മുരാരി ബാബുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപം അടക്കം സുകുമാരൻ നായർക്കെതിരെ ഉയരുന്നുണ്ട്.
മുരാരി ബാബുവിനെതിരായ സ്വർണ്ണക്കൊള്ളയും ഇപ്പോൾ പുറത്തുവരുന്ന ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും ദേവസ്വം ബോർഡിലെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇത് ദേവസ്വം ബോർഡിനെയും അതുപോലെ മുരാരി ബാബുവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന NSS നേതൃത്വത്തിന്റെയും വിശ്വസ്തതയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഉന്നത സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ പിന്നാമ്പുറ കഥകളാണ് ഓരോന്നായി പുറത്തു വരുന്നത്.